ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായമാണ്. 48-ാം അധ്യായത്തിൽ ആകെ 25 വാക്യങ്ങളാണ് ഉള്ളത്. 3 ശീർഷകങ്ങളാണ് ഉള്ളത്. ഏലിയ എന്നൊരു ശീർഷകം, ഏലീഷ എന്നൊരു ശീർഷകം, അതുപോലെ ഹെസക്കിയ, ഏശയ, അങ്ങനെ 3 ശീർഷകങ്ങൾക്ക് കീഴിലാണ് ഈ 48-ാം അധ്യായം വരുന്നത്. അപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത് ഏലിയ എന്ന ശീർഷകമാണ് ആദ്യമുള്ളത്. ഏലിയ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത് 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് ഏലിയ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്നത്. അപ്പം ആദ്യത്തെ ശീർഷകം എന്താണ്? പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന് 1-ാമത്തെ ശീർഷകം എന്ന് പറയുന്നത് ഏലിയ എന്നതാണ്. ഇനി 48:1. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രവാചകനായ ഏലിയ എന്തുപോലെ പ്രത്യക്ഷപ്പെട്ടതായാണ് പ്രഭാഷകൻ പറയുന്നത്? പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടതായാണ് പ്രഭാഷകൻ പറയുന്നത്. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചകനായ ഏലിയയുടെ വാക്കുകൾ എന്തുപോലെ ജ്വലിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പ്രവാചകനായ ഏലിയയുടെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. 48:1. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. 48:2. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. പ്രവാചകനായ ഏലിയ ഇസ്രായേലിൻ്റെ മേലെ എന്താണ് വരുത്തിയത്? പ്രവാചകനായ ഏലിയ ഇസ്രായേലിൻ്റെ മേലെ ക്ഷാമമാണ് വരുത്തിയത്. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. ഏലിയയുടെ എന്തിനാണ് ഇസ്രായേലിയരുടെ എണ്ണം ചുരുങ്ങിയത്? ഏലിയയുടെ തീഷ്ണതയിലാണ് ഇസ്രായേലിയരുടെ എണ്ണം ചുരുങ്ങിയത്. അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. 48:2. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. 48:3. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ പ്രവാചകൻ എന്തടച്ചതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്? ഏലിയ പ്രവാചകൻ ആകാശവാതിലുകൾ അടച്ചതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. കർത്താവിൻ്റെ എന്തുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത്? കർത്താവിൻ്റെ വാക്കുകൊണ്ടാണ് ഏലിയ ആകാശവാതിലുകൾ അടച്ചത്. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. ഏലിയ പ്രവാചകൻ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കിയതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഏലിയ പ്രവാചകൻ 3 പ്രാവശ്യം അഗ്നി ഇറക്കിയതായാണ് പ്രഭാഷകൻ പറയുന്നത്. 3 പ്രാവശ്യം അഗ്നി ഇറക്കി എന്നാണ് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുന്നത്. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. 48:3. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. 48:4. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര എന്നതാണ്? ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ മഹത്വമുള്ളവനാണ് എന്ന് പറയുകയാണ്. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. അത്തരം പ്രവൃത്തികളുടെ മേലെ എന്തിന് കഴിയുന്നവർ മറ്റാരുണ്ട്? അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? 48:4. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ മഹത്വമുള്ളവൻ. അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? 48:5. അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ഏലിയ എവിടെ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്? ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത്? അത്യുന്നതിൻ്റെ വാക്കുകൊണ്ടാണ് ഏലിയ ഒരു ജഡത്തെ ഉയർപ്പിച്ചത്. അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ ആരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ഏതിൻ്റെ ഇടയിൽ നിന്നാണ് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത്? അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. 48:5 അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ 48:6 നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. ആരെയാണ് ഏലിയ നാശത്തിലേക്ക് നയിച്ചത്? രാജാക്കന്മാരെയാണ് ഏലിയ നാശത്തിലേക്ക് നയിച്ചത്. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. ഏലിയ ആരെ താടിയിറക്കിയതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ഏലിയ പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കിയതിനെക്കുറിച്ചാണ് ഏലിയ പറയുന്നത്. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. ഏലിയ പ്രസിദ്ധന്മാരെ എവിടെ നിന്നാണ് താടിയിറക്കിയത്? ഏലിയ പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്നാണ് താടിയിറക്കിയത്. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. ഏലിയ എവിടെ 48:6 നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താടിയിറക്കുകയും ചെയ്തു. 48:7 നീ സീനായി വെച്ച ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. ഏലിയ എവിടെ വെച്ചാണ് ഭീഷണികൾ ശ്രവിച്ചത്? ഏലിയ സീനായിൽ വെച്ചാണ് ഭീഷണികൾ ശ്രവിച്ചത്. നീ സീനായിൽ വെച്ച ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. ഏലിയ ഹോറേബിൽ വെച്ച് എന്താണ് ശ്രവിച്ചത്? ഏലിയ ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളാണ് ശ്രവിച്ചത്. നീ സീനായിൽ വെച്ച ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. ഏലിയ ഹോറേബിൽ വെച്ച് എന്തിൻ്റെ വിധികളാണ് ശ്രവിച്ചത്? ഏലിയ ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളാണ് ശ്രവിച്ചത്. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. 48:7 നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. 48:8 ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത്? ശിക്ഷ നടത്താൻ വേണ്ടിയാണ് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത്. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ശിക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത്. തന്നെ പിന്തുടരാൻ ആരെയാണ് ഏലിയ അഭിഷേകം ചെയ്തത്? തന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയാണ് ഏലിയ അഭിഷേകം ചെയ്തത്. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. 48:8 ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. 48:9 ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിനാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. അഗ്നിയുടെ എന്തിൽ ഏലിയ സംവഹിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഏലിയ സംവഹിക്കപ്പെട്ടതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിനാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. എന്തിനാൽ ബന്ധിച്ച രഥത്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത്? ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിലാണ് ഏലിയ സംവഹിക്കപ്പെട്ടത്. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിനാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ. ഇപ്പം 48:9 ആഗ്നേയ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. 48:10 ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഏലിയ എപ്പോൾ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന പ്രഭാഷകൻ പറയുന്നത്? നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ദൈവത്തിൻ്റെ കോപം
ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ആരുടെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം ആളി കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. പിതാവിൻ്റെ ഹൃദയങ്ങളെ ആരിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. 48:10 ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. 48:11 നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ഏലിയായുടെ എന്തിന് പാത്രമായവരെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത്? ഏലിയായുടെ സ്നേഹത്തിന് പാത്രമായവരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ. ഏലിയയുടെ സ്നേഹത്തിന് പാത്രമായവരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഏലിയായെ കണ്ടവരും അവൻ്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. അപ്പം ഏലിയായെ കണ്ടവർ അനുഗ്രഹീതർ, നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ എന്തു ചെയ്യും? അവർ ജീവിക്കും. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. അവർ ജീവിക്കും എന്നാണ് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത്. 48:11 നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. 48-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഏലിയ 48:1 അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. 48:2 അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവൻ്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. 48:3 കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു, 3 പ്രാവശ്യം അഗ്നി ഇറക്കി. 48:4 ഏലിയ അത്ഭുത പ്രവൃത്തികൾ നീ എത്ര മഹത്വമുള്ളവൻ, അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? 48:5 അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. 48:6 നീ സീനായി വെച്ച ഭീഷണികളും ഹോറേബിൽ വെച്ച പ്രതികാരത്തിൻ്റെ വിധികളും ശ്രമിച്ചു. 48:8 ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. 48:9 അഗ്നി അശ്വങ്ങളെ ബന്ധിച്ച രഥത്തെ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. 48:10 ദൈവത്തിൻ്റെ കോപം ആളി കത്തിക്കുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. 48:11 നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ ശീർഷകമാണ് ഏലീഷ. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ ശീർഷകം എന്താണ്? ഏലീഷ എന്നാണ്. അത് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് 2ാമത്തെ ശീർഷകം പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ ശീർഷകം ഏലീഷ. ആദ്യത്തെ ശീർഷകം എന്തായിരുന്നു? ഏലിയ. ആദ്യത്തെ ശീർഷകം ഏലിയയാണെങ്കിൽ 2ാമത്തെ ശീർഷകം ഏലീഷയാണ്. 48:12 ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു, ഏലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അവരുടെ അധികാരിയുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. ചുഴലിക്കാറ്റ് ആരെ വലയം ചെയ്തതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്. ഏലിയായുടെ എന്താണ് എലീഷായിൽ നിറഞ്ഞത്? ഏലിയായുടെ ചൈതന്യമാണ് എലീഷായിൽ നിറഞ്ഞത്. എലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ഏലിയായുടെ ചൈതന്യമാണ് എലീഷായിൽ നിറഞ്ഞത്.
ഏലീശ ആരുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഏലീശ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ഏലീശ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല എന്ന് പ്രഭാഷകൻ പറയുന്നു. അവൻ അധികാരിയുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് എപ്പോഴാണ് അവൻ അധികാരിയുടെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കാത്തത്? ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ എന്ത് ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആരും അവനെ കീഴടക്കിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ആരും അവനെ കീഴടക്കിയില്ല. ആരും അവനെ കീഴടക്കിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. 48:12 ചുഴലിക്കാറ്റ് ഏലിയയെ വലയം ചെയ്തു. ഏലീശായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരിയുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. 48:13 ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ഒന്നും അവന് എന്തായിരുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. ഒന്നും അവന് എന്തായിരുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവന് എന്ത് ചെയ്തു? മരിച്ചിട്ടും അവൻ ജീവിച്ചു. മരിച്ചിട്ടും അവൻ ജീവിച്ചു. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ ജീവിച്ചു. മരിച്ചിട്ടും അവൻ ജീവിച്ചു. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ ജീവിച്ചു. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ എന്ത് ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത്. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. 48:13 ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. 48:14 ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പം ജീവിച്ചിരുന്ന പോലെ മരണശേഷം അവൻ എന്തു ചെയ്തു? ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്ന പോലെ മരിച്ചപ്പോൾ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പം 28:14 ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 28:15 ഇതെല്ലാം കണ്ടിട്ട് ജനം അനുദപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രമേ ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും ജനം എന്ത് ചെയ്തില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഇതെല്ലാം കണ്ടിട്ട് ജനം അനുദപിച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ജനം അനുദപിച്ചില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ജനം എന്തിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഇതെല്ലാം കണ്ടിട്ട് ജനം പാപത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. ഇതെല്ലാം കണ്ടിട്ട് ജനം പാപത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്വദേശത്ത് നിന്ന് ജനങ്ങളെ എന്തായാണ് പിടിച്ചുകൊണ്ട് പോയത്? സ്വദേശത്ത് നിന്ന് ജനങ്ങളെ അടിമകളായാണ് പിടിച്ചുകൊണ്ട് പോയത്. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. സ്വദേശത്ത് നിന്ന് ജനങ്ങളെ അടിമകളായാണ് പിടിച്ചുകൊണ്ട് പോയത്. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. എങ്ങനെ ചിതറിയത്? അവർ ഭൂമിയിലെങ്ങും ചിതറി. സ്വദേശത്ത് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൻ്റെ ഒരു ഗണം ആരുടെ ഭവനത്തിലെ അധികാരികളോട് കൂടിയാണ് അവശേഷിച്ചത്? ജനത്തിൽ ഒരു ചെറിയ ഗണം അത് ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളുടെ കൂടെ അവശേഷിച്ചു. ജനത്തിൻ്റെ ഒരു ഗണം ദാവീദിന്റെ ഭവനത്തിലുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. 48:15 ഇതെല്ലാം കണ്ടിട്ട് ജനം അനുദപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു. 48:16 ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. അപ്പം ജനത്തിൽ ചിലർ ആർക്ക് പ്രീതികരമായാണ് ജീവിച്ചത്? ചിലർ ദൈവത്തിന് പ്രീതികരമായാണ് ജീവിച്ചത്. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. അപ്പോൾ ജനത്തിൽ ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ജനത്തിൽ മറ്റുള്ളവർ എന്തിനാണ് മുഴുകിയത്? ജനത്തിൽ മറ്റുള്ളവർ പാപത്തിലാണ് മുഴുകിയത്. ജനത്തിൽ മറ്റുള്ളവർ പാപത്തിലാണ് മുഴുകിയത്. 48:16
ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഇനി നമുക്ക് ഏലീഷ എന്ന ശീർഷത്തിൽ കീഴിൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ഏലീഷ 48:12 ചുഴലിക്കാറ്റ് ഏലിയായി വലയം ചെയ്തു. ഏലീഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരം മുമ്പ് ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. 48:13 ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. 48:14 ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 48:15 ഇത് കണ്ടിട്ടും ജനം അനുദപിച്ചില്ല, പാപത്തിന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു. 48:16 ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഇനി പ്രഭാഷന്റെ പുസ്തകത്തിലെ 3ാമത്തെ ശീർഷകം എന്ന് പറയുന്നത് ഹെസക്കിയ ഏഷ്യ എന്ന ഭാഗമാണ്. ഹെസക്കിയ എന്ന പ്രഭാഷന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു രാജാവ് എന്ന് പറയുന്നത് 48-ാം അധ്യായത്തിൽ പറയുന്ന രാജാവ് ഹെസക്കിയയാണ്. 48:17 ഹെസക്കിയ തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുറന്നു. അപ്പോൾ ഹെസക്കിയ തൻ്റെ എന്താണ് മതിലുകെട്ടി ഉറപ്പിച്ചത്? ഹെസക്കിയ തൻ്റെ നഗരമാണ് മതിലുകെട്ടി ഉറപ്പിച്ചത്. ഹെസക്കിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഹെസക്കിയ തൻ്റെ നഗരമാണ് മതിലുകെട്ടി ഉറപ്പിച്ചത്. ഹെസക്കിയ തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നതായി പ്രഭാഷകൻ പറയുന്നത് എന്താണ്? ഹെസക്കിയ തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നതായി പ്രഭാഷകൻ പറയുന്നത് ജലമാണ്. ഹെസക്കിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. ഹെസക്കിയ തൻ്റെ നഗരത്തേക്ക് കൊണ്ടുവന്നതായി പ്രഭാഷകൻ പറയുന്നത് ജലമാണ്. ഹെസക്കിയ എന്തുകൊണ്ട് പാറ തുറന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുറന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുറന്നു. ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുറന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഹെസക്കിയ എന്ത് കുഴിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഹെസക്കിയ കുളങ്ങൾ കുഴിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. കുളങ്ങൾ കുഴിച്ചു. ഹെസക്കിയ കുളങ്ങൾ കുഴിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്. 48:17 ഹെസക്കിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുറന്നു, കുളങ്ങൾ കുഴിച്ചു. ഇനി 48:18 അവൻ്റെ നാളുകളിൽ സെന്നാകരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കായെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. ഹെസക്കിയയുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിച്ചത്? ഹെസക്കിയയുടെ നാളുകളിൽ സെന്നക്കെരീബാണ് രാജ്യം ആക്രമിച്ചത്. അവൻ്റെ നാളുകളിൽ സെന്നക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കായെ അയക്കുകയും ചെയ്തു. ആരെയാണ് സെന്നക്കെരീബ് ഹെസക്കിയയുടെ അടുത്തേക്ക് അയച്ചത്? റബ്ഷക്കായെയാണ് സെന്നക്കെരീബ് ഹെസക്കിയയുടെ അടുത്തേക്ക് അയച്ചത്. അവരുടെ നാളുകളിൽ സെന്നക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കായെ അയക്കുകയും ചെയ്തു. റബ്ഷക്കായാണ് സെന്നക്കെരീബ് ഹെസക്കിയയുടെ അടുക്കലേക്ക് അയച്ചത്. സെന്നക്കെരീബ് എന്തിനെതിരെയാണ് കരമുയർത്തിയത്? സെന്നക്കെരീബ് സിയോനെതിരെയാണ് കരമുയർത്തിയത്. അവൻ സിയോനെതിരെ കരമുയർത്തി. സെന്നക്കെരീബ് സിയോനെതിരെയാണ് കരമുയർത്തിയത്. ആരാണ് അഹങ്കാര ജൽപ്പനം മുഴക്കിയത്? സെന്നക്കെരീബാണ് അഹങ്കാര ജൽപ്പനം മുഴക്കിയത്. സെന്നക്കെരീബ് അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. 48:18 അവൻ്റെ നാടുകളിൽ സെന്നക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കായെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. 48:19 അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അവർ വേദന അനുഭവിച്ചു. സെന്നക്കെരീബിൻ്റെ പ്രവർത്തികളിൽ ആരുടെ ഹൃദയമാണ് കുലുങ്ങിയത്? സെന്നക്കെരീബിൻ്റെ പ്രവർത്തികളിൽ ജനത്തിൻ്റെ ഹൃദയമാണ് കുലുങ്ങിയത്. അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി. അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി എന്താണ് വിറച്ചത്? അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങളാണ് വിറച്ചത്. കരങ്ങൾ വിറച്ചു. അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു. കരങ്ങൾ. അപ്പം ഈറ്റുന്നവെടുത്ത ആരെപ്പോലെ അവർ കഠിനവേദന അനുഭവിച്ചു? ഈറ്റുന്നവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവേദന അനുഭവിച്ചു. ഈറ്റുന്നവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവേദന അനുഭവിച്ചു. ഈറ്റുന്നവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവേദന അനുഭവിച്ചു. സ്ത്രീയെപ്പോലെ. ഇനി 48:19 അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു. ഈറ്റുന്നവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവേദന അനുഭവിച്ചു. 48:20 അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു.
അപ്പോൾ ജനം കൈകൾ ഉയർത്തി എപ്രകാരമുള്ള കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത്? ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെയാണ് വിളിച്ചപേക്ഷിച്ചത്. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ജനം കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനാണ് വിളിച്ചപേക്ഷിച്ചത്. പരിശുദ്ധനായവൻ എവിടെ നിന്നാണ് ജനത്തിന് നിരവധി തക്ഷണം ശ്രവിച്ചത്? പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്നാണ് ജനത്തിന് നിരവധി തക്ഷണം ശ്രവിച്ചത്. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിച്ചു. പരിശുദ്ധനായവൻ ആര് വഴിയാണ് ജനത്തെ രക്ഷിച്ചത്? പരിശുദ്ധനായവൻ ഏശയ വഴിയാണ് ജനത്തെ രക്ഷിച്ചത്. ഏശയ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. പരിശുദ്ധനായവൻ ഏശയ വഴിയാണ് ജനത്തെ രക്ഷിച്ചത്. ഏശയ വഴി. 48:20 അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. 48:21 കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. കർത്താവ് ആരുടെ പാളയമാണ് തകർത്ത് കളഞ്ഞത്? കർത്താവ് അസീറിയക്കാരുടെ പാളയമാണ് തകർത്ത് കളഞ്ഞത്. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. കർത്താവ് അസീറിയക്കാരുടെയാണ് പാളയം തകർത്ത് കളഞ്ഞത്. കർത്താവിൻ്റെ ആരാണ് അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത്? കർത്താവിൻ്റെ ദൂതനാണ് അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത്. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ അസീറിയക്കാരെ മായിച്ചു കളഞ്ഞു. 48:21 കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. 48:22 എന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതന് വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ചതായി പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ചാണ്? ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിച്ചതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നത് ഹെസക്കിയായെക്കുറിച്ചാണ്. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചത് ഹെസക്കിയയാണ്. ഹെസക്കിയ തൻ്റെ പിതാവായ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത്? ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത്. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. ഉന്നതന് വിശ്വാസമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. ഉന്നതനായ ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത്? ഉന്നതനായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനം അനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത്. വിശ്വാസമായ എന്തോട് കൂടിയവൻ എന്നാണ് പ്രഭാഷകൻ ഏശയ്യാ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത്. വിശ്വാസനായ ദർശനത്തോടു കൂടിയവൻ എന്നാണ് പ്രഭാഷകൻ ഏശയ്യാ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത്. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. ഏശയ്യാ പ്രവാചകന്റെ കാലത്ത് 48:22 എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തെ പ്രീതികരമായി പ്രവർത്തിച്ചു. ഉന്നതന് വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. 48:23 അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ഏശയ്യാ പ്രവാചകന്റെ കാലത്ത് എന്ത് പുറകോട്ട് ചലിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത്? ഏശയ്യാ പ്രവാചകന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചതായിട്ടാണ് പ്രഭാഷകൻ പറയുന്നത്. ഏശയ്യാ പ്രവാചകൻ വഴി ആരുടെ ആയുസ്സാണ് ദീർഘിച്ചത്? ഏശയ്യാ പ്രവാചകൻ വഴി രാജാവിന്റെ ആയുസ്സാണ് ദീർഘിച്ചത്. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ഏശയ്യാ പ്രവാചകൻ വഴി രാജാവിന്റെ ആയുസ്സാണ് ദീർഘിച്ചത്. 48:23 അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. 48:24 ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകളിൽ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തിന്റെ ശക്തിയാലാണ് ഏശയ്യാ പ്രവാചകൻ അവസാന നാളുകൾ ദർശിച്ചത്? ആത്മാവിന്റെ ശക്തിയാലാണ് ഏശയ്യാ പ്രവാചകൻ അവസാന നാളുകൾ ദർശിച്ചത്. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എവിടെ വിലപിച്ചുകൊണ്ടിരുന്നവരെയാണ് ഏശയ്യാ പ്രവാചകൻ ആശ്വസിപ്പിച്ചത്? സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെയാണ് ഏശയ്യാ പ്രവാചകൻ ആശ്വസിപ്പിച്ചത്. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 48:24 ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും
സിയോനി വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 48:25 കാലത്തിന്റെ സമാപ്തി സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തി. സംഭവിക്കാനിരിക്കുന്ന എന്താണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ യേശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയത്? സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ യേശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയത്. കാലത്തിന്റെ സമാപ്തി സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വെളിപ്പെടുത്തി. എന്തിന്റെ സമാപ്തിയിലാണ് സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തിയത്? കാലത്തിന്റെ സമാപ്തിയിലാണ് സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വെളിപ്പെടുത്തിയത്. കാലത്തിന്റെ സമാപ്തി സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വെളിപ്പെടുത്തി. കാലത്തിന്റെ സമാപ്തിയിലാണ് അവൻ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ 48:25 കാലത്തിന്റെ സമാപ്തി സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി. ഇത്രയുമാണ് ഹെസക്കിയ ഏഷ്യ എന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന വാക്യങ്ങൾ. ഇത്രയും ഭാഗം നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഹെസക്കിയ ഏഷ്യ 48:17 ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. 48:18 അവന്റെ നാളുകളിൽ സെന്നക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ശക്കായി അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. 48:19 അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു. 48:20 അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. 48:21 കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു, അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. 48:22 എന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായോ പ്രവർത്തിച്ചു. ഉന്നതന് വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏഷ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തെ ഉറച്ചു നിന്നു. 48:23 അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. 48:24 ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനെ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 48:25 കാലത്തിന്റെ സമാപ്തി സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി. ഇനി നമുക്ക് 48-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഹൃദിസ്ഥമാക്കാം. ഏലിയ 48:1 അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. 48:2 അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. 48:3 കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു, 3 പ്രാവശ്യം അഗ്നി ഇറക്കി. 48:4 ഏലിയ അത്ഭുത പ്രവൃത്തികൾ നീ എത്ര മഹത്വമുള്ളവൻ, അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്. 48:5 അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. 48:6 നീ സീനായി വെച്ച ഭീഷണികളും ഹോറേബിൽ വെച്ച പ്രതികാരത്തിന്റെ വിധികളും ശ്രമിച്ചു. 48:8 ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. 48:9 അഗ്നി അശ്വങ്ങളെ ബന്ധിച്ച രഥത്തെ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. 48:10 ദൈവത്തിന്റെ കോപം ആളിക്കത്തിക്കുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. 48:11 നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ഏലീഷ 48:12 ചുഴലിക്കാറ്റ് ഏലിയായി വലയം ചെയ്തു, ഏലീഷായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരം ഭയന്ന് വരച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. 48:13 ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല, മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. 48:14 ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 48:15 ഇത് കണ്ടിട്ടും ജനം അനുദപിച്ചില്ല, പാപത്തിന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി, അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളുടെ കൂടെ അവശേഷിച്ചു. 48:16 ചിലർ ദൈവത്തെ പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തെ മുഴുകി. ഹെസക്കിയ ഏഷ്യ 48:17 ഹെസക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. 48:18 അവന്റെ നാളുകളിൽ സെന്നക്കെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ശക്കായി അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. 48:19 അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിന വ്യഥ അനുഭവിച്ചു. 48:20 അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തക്ഷണം ശ്രവിക്കുകയും ഏഷ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു.
48:21 കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു, അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. 48:22 എന്തെന്ന ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായോ പ്രവർത്തിച്ചു. ഉന്നതന് വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ ഏശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. 48:23 അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചലിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. 48:24 ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനെ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 48:25 കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി. ഇത്രയുമാണ് 48-ാം അധ്യായം എന്ന് പറയുന്നത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.